പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം എന്റെ 10-ാമത്തെ വാക്യം. അവൾ മനോവിസർത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ്. അവൾ മനോവിസ്നത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. പ്രൈസ്. കരയുന്ന കുഞ്ഞിനെ, കരയുന്ന കാക്കക്കുഞ്ഞിനെ ആഹാരമുള്ളൂ, കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുള്ളൂ എന്നൊക്കെ ഒരു ചൊല്ലൊക്കെ നമ്മൾ പലരിൽ നിന്നും പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹന്ന ഇവിടെ കരയുന്നത് അവളുടെ ജീവിതത്തിൽ അവൾ ഏൽക്കുന്ന അപമാന ഭാരത്തെ ഓർത്തുകൊണ്ട്. എന്താണ് അപമാന ഭാരം? അവൾക്കൊരു പുത്രനില്ല, ഒരു കുഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ വേദപുസ്തകത്തിലെ ഏറ്റവും മികച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ് ഹന്നയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹന്നയുടെ പ്രാർത്ഥന ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. എത്ര പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തവരായിരുന്നാലും പ്രാർത്ഥിക്കാൻ പറ്റാത്തവരായിരുന്നാലും 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാല് ഹന്നയുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയുമെങ്കിൽ, വിശ്വാസത്തിന്റെ കണ്ണോട് കാണാൻ കഴിയുമെങ്കിൽ, ഹന്നയെ പോലെ പ്രാർത്ഥിച്ച് കരയുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഹന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ, കരഞ്ഞെങ്കിൽ, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്റെ അടിവിലും ദൈവം മറുപടി തരുമെന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ അവൾ ശക്തമായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഒരു പോരാടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്നൊക്കെ വേറെ പറയാം. ഹല്ലേലൂയ. അവളൊരു നേർച്ച നേർന്നു കാണുന്നുണ്ട്. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളിലെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തിൽ തുടരുകയില്ല എന്ന് പറഞ്ഞു. ഒരു വലിയ തീരുമാനം കൂടെ എടുത്ത അവൾക്കൊരു പുരുഷ സന്താനത്തെ കൊടുത്താൽ അവന്റെ ജീവകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ഹല്ലേലൂയ. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന കുഞ്ഞിനെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെ വളരെ തീരുമാനമുള്ള, അർത്ഥവത്തായ, കാരണം വ്യതിചലനമില്ലാത്ത, എടുക്കുന്ന തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ പ്രാഗൽഭ്യമുള്ള, ഗാംഭീര്യമുള്ള, ഹൃദയത്തിനകത്ത് ആ വാഞ്ചയുള്ള ഒരു ശക്തമായ പ്രാർത്ഥനയുടെ അനുഭവമാണ് ഹന്ന നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവൾ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ യാചിച്ചു, പ്രാർത്ഥിച്ച പ്രാർത്ഥനയാകുന്നു നമ്മൾ വായിച്ചു വചനം. ഇത്തരം പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകാതിരിക്കുമോ? ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ദൈവം മറുപടി തരാതിരിക്കത്തില്ല. ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്റെ നടുവിലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയാതെ ആ വിഷയത്തിനടിയിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ഹൃദയതുറുക്കത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ദൈവസ്നേഹിതൻ. നിങ്ങളെ ഏത് വിഷയമായിരുന്നാലും പ്രാർത്ഥിച്ചതിന് മറുപടിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നീ മനസ്സുകൊണ്ട് ഭാരപ്പെട്ട് കണ്ണുനീരോടെ കടന്നു പോകുന്ന ഈ വിഷയത്തിന്റെ നടുവിലെ സ്വർഗത്തിലെ ദൈവം നീ അനുഭവിക്കുന്ന ഭാരങ്ങളുടെ നടുവിൽ ഒരു അത്ഭുതം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുക. ഇവിടെ ഹന്ന എന്തിനാണ് ഇത്ര മനോവിശ്വാസത്തോടെ കരഞ്ഞത്? കാരണം അവൾക്കൊരു പ്രതിയോഗിയുണ്ട്. ഹല്ലേലൂയ. അവളുടെ പ്രതിയോഗിയെക്കുറിച്ച് 1 ശമൂവേലിന്റെ പുസ്തകം, ഹല്ലേലൂയ, അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഞാനിങ്ങനെ വായിക്കാം. എഫ്രൈം മലനാട്ടിലെ രമാതയും സോഹിമിൽ, ഹല്ലേലൂയ, ഏൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ യെരിഹുവിന്റെ മകനായ യെരോഹാമിന്റെ മകനായിരുന്നു. യെരിഹു എഫ്രൈമിനായ സൂഫിന്റെ മകനായ തോഹുവിന്റെ മകനായിരുന്നു. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരാണ്. ഹല്ലേലൂയ. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേര്. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അവൻ ശീലോവിൽ സൈന്യങ്ങളിലെ യഹോവയെ നമസ്കരിപ്പാനും അവനെ യാഗം കഴിപ്പാനും തന്റെ പട്ടണത്തെ നാട്ടുതോറും ശീലോവിലേക്ക് പോവുക പതിവായിരുന്നു. അപ്പം എന്താണ് നമ്മൾ വായിച്ചതെന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാര്, അതിൽ പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. ഹന്നയ്ക്ക് മക്കളില്ലാത്തതുകൊണ്ട് മക്കളുള്ള പെനീന ഇവളെ നിരന്തരം വേദനിപ്പിക്കുക. ഹന്നയുടെ പ്രതിയോഗിയാണ് ഈ പെനീന എന്ന് പറയുന്നത്. അപ്പം ഹന്നയെ കരയിപ്പിച്ചത് ഈ പെനീനയാണ്. ഹല്ലേലൂയ.
അപ്പൊ ഏൽക്കാനയുടെ രണ്ട് ഭാര്യമാരിൽ ഹന്നയ്ക്ക് മക്കളില്ലാതിരുന്നത് കൊണ്ട് പെനീന ഹന്നയെ പരിഹസിക്ക പതിവായിരുന്നു. രണ്ട് ഭാര്യമാരെ വിവാഹം ചെയ്ത് ഏൽക്കാനയ്ക്ക് ഒരിക്കലും അല്ലെങ്കിൽ സമാധാനമില്ലായിരുന്നു. ഈ രണ്ട് ഭാര്യമാരെ വിവാഹം ചെയ്തുകൊണ്ട് ഏൽക്കാനയ്ക്ക് ഒരിക്കലും സമാധാനമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബഹുഭാര്യത്വം നമുക്ക് സമാധാനമില്ല. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ പലരും പണ്ട് നടക്കുന്നുണ്ട്. ദൈവം ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചോ ഏക ഭാര്യ ഏക ഭർത്താവ്. ആദമിന്റെ സൃഷ്ടിയുള്ള ബന്ധത്തിൽ ഏക ഭാര്യയും ഏക ഭർത്താവും. പിന്നീടുള്ള കാലഘട്ടങ്ങൾ വന്ന പലരും ബഹുഭാര്യത്വം, ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ ബഹുഭാര്യത്വം ഒരുപാട് ഭാര്യമാരുള്ളവരുണ്ട്. അവരുടെ ഒന്നും ജീവിതത്തിൽ സമാധാനം കിട്ടത്തില്ല. യൗവനത്തിൽ ഉഭയസമ്മത ഉടമ്പടി പ്രകാരം വിവാഹം ചെയ്ത് ഒരു സ്ത്രീയും പുരുഷൻ ഭാര്യ ഭർത്താക്കന്മാരായി തീരുമ്പോൾ അവര് തമ്മിലുള്ള ജീവിതം മരണം വരെയാണ്. അല്ലൂരിയ പിന്നെ അതിനകത്ത് മറ്റൊരു ഭാര്യയും കൂടെ കൊണ്ടുവരരുത്. അങ്ങനെ മറ്റൊരു ഭാര്യയും കൂടെ കൊണ്ടുവന്നത് വ്യഭിചാരമാണ്, അത് അശുദ്ധിയാണ്, ദുഷ്കർമ്മമാണ്, ദൈവം വെറുക്കുന്നതാണ്. ബഹുഭാര്യത്വം ദൈവത്തിന് ഇഷ്ടമില്ല. അത് ദൈവം ന്യായം വിധിക്കും. അങ്ങനെയുള്ള കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല ബഹുഭാര്യത്വമുള്ള. അപ്പൊ ഏൽക്കാനയ്ക്ക് ഈ രണ്ട് ഭാര്യമാരുള്ള അവന് സമാധാനമില്ല. അല്ലേ? മനുഷ്യസൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം ഏക പാതി വൃത്തമാണ് അഭികാമ്യമായതെന്ന് ദൈവം നിർദ്ദേശിച്ചിട്ടുണ്ട്. മനുഷ്യസൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഏക ഭാര്യ. അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന് 21 തൊട്ട് 24 വരെ വാക്യങ്ങൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുതെന്ന് പറഞ്ഞ് ബഹുഭാര്യ സമ്പ്രദായം പഴയ നിയമത്തിൽ വിലക്കിയിട്ടില്ലെങ്കിലും പുതിയ നിയമത്തിൽ പാടില്ല. അല്ലേ? അപ്പൊ മാതൃകുടുംബ ജീവിതമാണ് ഈ പുതിയ നിയമ പഠനങ്ങളുള്ളത്. പഴയ നിയമത്തിൽ ബഹുഭാര്യത്വം വിലക്കിയിട്ടില്ലെങ്കിലും പുതിയ നിയമത്തിൽ ഏക ഭാര്യയുടെ ഭർത്താവ് ഭാര്യ ഏക ഭർത്താവ് ഉള്ളവരും. രണ്ടാമതൊന്നും കൂടെ സ്റ്റെപ്പിന് സ്വീകരിക്കരുതെന്ന് അങ്ങനെയൊക്കെ നമ്മൾ പറയരുത്. വണ്ടിക്ക് സ്റ്റെപ്പിന് ഉള്ളതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് നിന്റെ യൗവനത്തിൽ നിനക്ക് നിന്റെ അപ്പനും അമ്മയും നൽകി തരുന്ന ആ കുടുംബജീവിതത്തിനപ്പുറത്ത് നീ വേറൊന്നിനെ കൊണ്ടുവരരുത്. അത് ശാപമാണ്. നിനക്ക് സമാധാനം തരത്തില്ല, സന്തോഷം തരത്തില്ല. നിന്റെ കുടുംബം തന്നെ ഛിന്നഭിന്നമായി തീരും. ഈ പെനീന ഹന്നി നിരന്തരം കരയിപ്പിച്ചതിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറത്തില്ല. അപ്പൊ ഇവിടെ നമുക്കതാണ് കാര്യം. എന്നാൽ ഇവിടെ ദൈവത്തിന് ഈ നിരന്തരമായ പീഡയുടെ ഉപദ്രവത്തിന്റെ നടുവിലാണ്, ഈ നിന്ദയുടെ നടുവിലാണ് ഹന്ന മനോവസരത്തോടെ സ്തോത്രം യഹോവയോട് പ്രാർത്ഥിച്ച് കരഞ്ഞത്. പ്രൈസ്. അപ്പൊ ശമൂവേലിന്റെ ജനന എഫ്രൈം മലനാട്ടിലെ ഒരു ലേവ്യനായ എൽക്കാനയുടെ മകനായിട്ടാണ് ശമൂവേൽ സ്തോത്രം എൽക്കാനയുടെ മകനായിട്ടാണ് ശമൂവേൽ ജനിച്ചത്. ശമൂവേലിന്റെ മാതാവായിരുന്ന ഹന്ന മച്ചിയായിരുന്നത് കൊണ്ട് അവൾ ശീലോവിൽ ദൈവാലയത്തിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾക്ക് ലഭിച്ച പുത്രനാണ് ശമൂവേൽ. ദൈവത്തോട് ചോദിച്ച് വാങ്ങപ്പെട്ടവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം തന്നെ. സ്തോത്രം. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ മാതാവ് നേർന്നിരുന്നത് പോലെ അവന്റെ മുലകുടി മാറിയപ്പോൾ അവനെ ദൈവാലയത്തെ കൊണ്ടുപോയി ദൈവനാമത്തിന് വേണ്ടി സമർപ്പിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയത്തില്ല, അനവധി കുടുംബങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞ് 5, 8, 10 ദിവസമൊക്കെ വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാതെ 5, 8 വർഷമൊക്കെ കുട്ടികളില്ലാതിരുന്നിട്ട് അവർ ദൈവത്തിന് ഒരുപാട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലമായി ദൈവം തലമുറയെ കൊടുക്കാറുണ്ട്. അപ്പൊ തലമുറകളില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് തലമുറയ്ക്ക് വേണ്ടി ഒരു തീരുമാനം, കർത്താവ് ഞങ്ങൾക്കൊരു സന്താനത്തെ, ഒരു പുരുഷ സന്താനത്തെ തന്നാൽ, അല്ല ഞങ്ങൾക്കൊരു മകളെ തന്ന അത് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ തരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം അവരോട് കരുണ തോന്നി അവർക്ക് മക്കളെ കൊടുക്കും. അവർക്ക് മക്കളെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിച്ചുന്നതമായ നിലയിലേക്ക് എത്തി നല്ല വിദ്യാഭ്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവനാമത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളെ കൊടുക്കത്തില്ല. അവരെ പിന്നെ ജോലിക്ക് പറഞ്ഞു വിടും. അവരെ പിന്നെ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെയൊക്കെ അയച്ച് വീട്ടുകാരങ്ങ് തരിതിപ്പും. പിന്നീട് അതിന് കഷ്ടത അനുഭവിക്കുന്ന ആരാണ്? ഈ മക്കളാണ്. ദൈവനാമത്തിന് വേണ്ടി നേർന്ന കുട്ടിയെ ദൈവനാമത്തിന് വേണ്ടി തന്നെ കൊടുക്കണം. അല്ലാതെ പിന്നെ അവർ പഠിച്ചു ഉന്നതമായ നിലയിലെത്തി വിദ്യാഭ്യാസ കഴിവും പ്രാപ്തി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് നേർന്ന നേർച്ചയ്ക്ക് മാറ്റം വരരുത്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കകത്തും സമാധാനം നഷ്ടപ്പെടും. പക്ഷെ ഹന്ന എന്ന് പറയുന്നത് അവൾ എടുത്ത തീരുമാനത്തിനകത്ത് അവൾ ഉറപ്പുള്ളവളാണ്. അവൾ ഒരിക്കലും വ്യതിചലിക്കത്തില്ല.
അവൾ പറയുന്ന അത് എന്റെ മകനെ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ അത് നിനക്ക് വേണ്ടി ഞാൻ തരും. അങ്ങനെ ഉറപ്പുള്ള ചങ്കൂറ്റമുള്ള പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ധീരത എന്നൊക്കെ വേണം നമ്മെ കന്യയെ കുറിച്ച് അവർക്ക് പറയാൻ. അവൾ ഒരു നല്ല ധീരത, നല്ല തീരുമാനത്തിനുടമയാണ്. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശീലത അല്ലെങ്കിൽ മച്ചി ആയിരുന്ന ഹന്നയ്ക്ക് ദൈവം മക്കളെ കൊടുത്തെങ്കിൽ, അല്ലേരിയ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. അല്ലേരിയ. നീ നാളുകളായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഹന്ന ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചെങ്കിൽ, നീ എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങൾ നാളുകളായിട്ട് കരഞ്ഞ് വിലപിച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. അതിന് കർത്താവ് മറുപടി തരും. അല്ലേരിയ. ഒരിക്കലും നിന്നെ മറന്നു പോകുന്നവനല്ല ദൈവം. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നവനല്ല ദൈവം. അല്ലേരിയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. നിങ്ങളുടെ ചെറിയ പ്രാർത്ഥനയായിരുന്നാലും വലിയ പ്രാർത്ഥനയായിരുന്നാലും അതിന് വലിയ വിലയുണ്ട്. അല്ലേലിയ. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും മനുഷ്യൻ വില കൽപ്പിച്ചില്ലെങ്കിലും ദൈവം അത് വിലയിട്ടിട്ടുണ്ട്. അല്ലേലിയ. നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളുടെ കണ്ണിൽ നിന്നൊഴുകി അത് വറ്റി അതിന് കാറ്റത്ത് പോയാലും, അല്ലേലിയ, ആ കണ്ണുനീരെല്ലാം ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. അല്ലേലിയ. അതിന് മറുപടി തരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഹന്ന, അല്ലേലിയ, അവൾ മനോവസരത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞതുപോലെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുക. അല്ലേലിയ. ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ട് ശ്രോതാവി, നീ കരഞ്ഞ കരച്ചിലെല്ലാം മറുപടിയുണ്ട്. പ്രൈസലോ. ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ ഭാരപ്പെട്ടത് അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അല്ലേലൂയ. നീ ദൈവത്തിന്റെ എടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നെങ്കിൽ ലോകം നിന്നെ പഴിച്ചാൽ, ലോകത്തിനു മുമ്പിൽ നീ തല കുനിക്കേണ്ടി വന്നാലും, ലോകക്കാർ നിന്നെ അപമാനിച്ച് പരിഹസിച്ച് നിന്നെ വിളക്കുന്ന തള്ളി മാറ്റിയാലും അതിന്റെ നടുവിൽ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വരിക, എന്നെ മാനിക്കുന്നതിനെ മാനിക്കുന്ന. കർത്താവിനെ നമ്മൾ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. നാം ഒരു സ്ഥലത്തും നിരാശപ്പെട്ടു പോകത്തില്ല. ഇന്നലകളിലെ നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്നത് നിന്റെ ഭർത്താവല്ല, നിന്റെ ഭാര്യയല്ല കേട്ടോ. അല്ലെങ്കിൽ ഇന്നലകളിൽ നിന്റെ മനസ്സിന്റെ ദുഃഖങ്ങൾ അറിയുന്നത് നിന്റെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും മാതാപിതാക്കളും അല്ല. അവരത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാൻ താൽക്കാലികമാണ്. പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ വേദന മുഴുവൻ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീക്ക് ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും കണ്ട ദൈവമുണ്ട്. നിന്റെ ഹൃദയം വിങ്ങിപ്പൊട്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ അതിനകത്ത് അത്ഭുതം ചെയ്യുവാൻ കഴിയുന്നത് യേശു കർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നിങ്ങൾ ഇടപെടുന്ന ദൂത് ദൈവം നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ മച്ചിയായി നിന്നയും അപമാനവും സഹിപ്പാൻ കഴിയാതെ മറ്റുള്ളവരുടെ കുന്തം, അല്ലരിയ, കുന്തം കൊണ്ട് കുത്തുന്നത് പോലെ, നമുക്കറിയാം മറ്റു മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന കുന്തങ്ങളുണ്ടല്ലോ, കുന്തം പഴയകാലത്ത് ഈ കുന്തമുണ്ട്, എപ്പോഴും കൊണ്ട്, അല്ലരിയ, അതുകൊണ്ട് നമ്മെ കുത്തുന്നത് പോലെയുള്ള വാക്കുകൾ പെരീനയുടെ കയ്യിലുള്ള കുന്തം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെ അവളുടെ കയ്യിലുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ അവരുടെ ഹൃദയത്തെ കുത്തി നോവിക്കുക. കുന്തം കൊണ്ട് കുത്തുന്ന പോലെ വാക്കുകൾ സഹിപ്പാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായ ഹന്ന. ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഈ സഹോദരന്മാർ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യും. ഇപ്പൊ ഹന്നെ അനുഭവിച്ചുള്ള നിന്ദി, അപമാനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഒരു ഭവനത്തിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ ആൾക്കാർ ഒന്നിപ്പോയി കിണറ്റിച്ചാടും, അല്ലെ പോയി തോട്ടിച്ചാടും, അല്ലെ പോയി ആറ്റിച്ചാടും, അല്ലെ വല്ല ട്രെയിനിന്റെ മുമ്പിൽ ചാടും, അല്ലെ കയറി തൂങ്ങും, അല്ലെ വിഷമടിക്കും. ഇവിടെ ഹന്നയ്ക്ക് മരിക്കാൻ താല്പര്യമില്ല. അല്ലേലിയ. ഹന്നയ്ക്ക് മരിക്കാൻ താല്പര്യം. അവൾ ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ അവൾ ആഗ്രഹിക്കുന്നത്. ദേശത്ത് പാർത്തു വിശ്വസ്തത ആചരിക്കുക എന്ന് പറഞ്ഞ പോലെ ഏൽക്കാലയ്ക്ക് 2 ഭാര്യമാർ, അതിൽ പെരീനയ്ക്ക് മക്കൾ, ഹന്നയ്ക്ക് മക്കളില്ലെങ്കിലും വാനോമോന്തി നിന്ദകളും അപമാനങ്ങളും ഹന്ന ഏൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ നടുവിൽ അവളുടെ ജീവനെ ഒടുക്കിക്കളയാൻ അവൾ തയ്യാറാകാതെ അവൾ തീരുമാനം എടുക്കുക. കർത്താവേ, ഞാൻ മച്ചിയാണ്, എന്റെ ഗർഭം ഒന്ന് തുറന്നു തന്ന എനിക്കൊരു കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ ഇതുവരെ ഏറ്റ നിന്ദകൾ, അപമാനങ്ങൾ നടുവിൽ എന്നെ ഒന്ന് മാനിക്കണമെന്ന് അവൾ ഹൃദയത്തിനകത്ത് നൊമ്പരപ്പെട്ട് കരയുക. അല്ലേ? അത് ഞാൻ പലപ്പോഴും പ്രസംഗിക്കുകയും ശുശ്രൂഷയും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവ് എന്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ നടക്കുന്നില്ലെന്ന്. കർത്താവ് പറയും, നിന്റെ അവിശ്വസ്തതയാന്ന് പറയും. നീ ഹന്നയെ നോക്കാം, അവൾ എടുത്ത തീരുമാനത്തിനകത്ത് ഉറപ്പും ധൈര്യമുള്ളവളായിരുന്നെന്ന്. എന്നെ കേൾക്കുന്നപ്പോൾ അവളുടെ ഉറപ്പും ധൈര്യവും, അല്ലേ? അവൾ പറയുന്നത്, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ സമയമില്ല.
എനിക്ക് ദേശത്ത് പാർത്ത് വിശ്വസ്തയായിരിക്കണം. ഞാൻ ഇത്രയും നാളിൽ എന്റെ ഭവനത്തിൽ എന്റെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയായിരിക്കുന്ന പെനീനയുടെ വാക്കുകൾ കുന്തം പോലെ എന്റെ ഹൃദയത്തിൽ തറച്ചു. ആ തറച്ചതിന് എനിക്കൊരു മറുപടി കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ എത്ര ഉറപ്പുള്ള തീരുമാനമാണ് അവളുടെ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങൾ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഉറപ്പും ധൈര്യം ഉണ്ടാകണം. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഉറപ്പും ധൈര്യവും നിനക്ക് വന്നാൽ ആ ഒരു പ്രാർത്ഥന മതി നിന്റെ ജീവിതത്തെ മാറ്റി എഴുതാൻ. ഹല്ലേലൂയ. പലരും പറഞ്ഞ് നീ ഉയരത്തില്ല, നിന്നെ ഉയർത്തത്തില്ല, നീ മാനിക്കപ്പെടത്തില്ല, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, നീ നിന്റെ തലമുറയിൽ നിന്റെ കുടുംബം നശിക്കും, നിനക്ക് ഗതി പിടിക്കത്തില്ലെന്നൊക്കെ പലരും നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്ന ദൂത് നിന്നെ ദൈവം മാനിക്കാൻ പോവുകയാണ്. എവിടെ നീ തല താഴ്ത്തിയോ അവിടെ ദൈവം നിന്റെ തല ഉയർത്തും. അതുകൊണ്ട് നമ്മൾ ഈ 3-ാം സങ്കീർത്തനമൊക്കെ വായിച്ച കാണുന്നത്, യഹോവേ നീ എന്റെ തല ഉയർത്തുന്ന എനിക്ക് തലയ്ക്ക് ചുറ്റും പരിചയമാകുന്നു പറയുന്നത്. ദൈവം നമ്മുടെ തല ഉയർത്തുന്നവനാണ്, നമ്മെ മാനിക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അവളുടെ എന്ന് പറഞ്ഞാൽ ഹന്നയുടെ ഗർഭം അടയ്ക്കപ്പെട്ടിരുന്നിട്ടും അവൾക്കുള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഹന്ന മച്ചിയായിരുന്നിട്ടും അവൾക്ക് ഭയങ്കര വിശ്വാസമാണ് ദൈവത്തിൽ. അവൾക്കറിയാം ഈ ആകാശത്തെ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവം അണ്ടഘടാകത്തെ നിർമ്മിച്ചവൻ, അഗ്രമാണ്ടത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ പ്രകാശിപ്പാൻ കഴിയുന്ന നിലയിൽ വെളിച്ചത്തെ ഉണ്ടാക്കിയവൻ. ആമി ഭൂമിയെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ. മണലാവിലുവാൻ പാഴും ശൂന്യമായി കിടന്ന ഭൂരഹിതമായിരുന്ന ഭൂമിയെ ഇത്രയും ഫലപുഷ്ടമായ നിലയിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന കർത്താവിന് അവളെ അടഞ്ഞു പോയ ഗർഭത്തെ തുറക്കാൻ കഴിയുമെന്നൊക്കെ അവൾക്കറിയാം. അവൾക്ക് നല്ല വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്ന എബ്രായ ലേഖനം 11:1 വായിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ വിശ്വാസം എത്ര വലുതായിരുന്നു ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അവൾക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയാൽ അത്ഭുതം പ്രാപിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസമായിരുന്നു അവൾക്ക്. പ്രാർത്ഥനയാൽ എനിക്കൊരു അത്ഭുതം ഉണ്ടാകും, ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ നടുവിൽ ഒരു അത്ഭുതം നടക്കും, ഞാൻ ഏത് വിഷയത്തിന് പ്രാർത്ഥിക്കുന്നോ അതിനാണ് അത്ഭുതം എന്ന് അവൾ നിരന്തരം വിശ്വസിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു അത്ഭുതം ചെയ്യും. ഒരുപക്ഷെ നിനക്ക് തലമുറയില്ലാത്തതിന്റെ പേരിലായിരിക്കാം, നിന്റെ വിവാഹം നടക്കാത്തതുകൊണ്ടായിരിക്കാം, നിനക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നീ ഒറ്റപ്പെട്ടതുകൊണ്ടായിരിക്കാം, നിന്റെ നന്മകളെല്ലാം പിടിച്ചെടുത്ത് നിന്നെ വീട്ടിൽ നാട്ടിയിറക്കി പടിയടച്ച് പെണ്ണം വെച്ച് നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. നീ ഏത് വിഷയത്തിന് പ്രാർത്ഥിക്കുന്നോ അതിനകത്ത് കർത്താവ് അത്ഭുതമുണ്ട് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ യാത്രകൾ കൊണ്ട് പറയണം. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പറയാം, ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവസ്ഥനിൽ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, അങ്ങയുടെ സനി വിട്ടു മടക്കുകയാണ്, മുഴങ്ങാനും മടക്കുകയാണ്, അതിനകത്തൊരു അത്ഭുതമുണ്ടെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. കാരണം എന്റെ വിശ്വാസം അങ്ങനെയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നതിനകത്തൊരു അത്ഭുതം. അന്യയുടെ വിശ്വാസം അവരുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു അത്ഭുതമുണ്ടെന്ന്. പ്രൈസലോ. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു അത്ഭുതം ചെയ്യും ദൈവം. ഹല്ലേലൂയ. അപ്പൊ അവൾക്കറിയാം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിലേക്ക് ഉറച്ച വിശ്വാസം. അതുകൊണ്ട് 1 ശമൂവേൽ 2-ാം അധ്യായം 1-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്, അവൾ ഒരു നേർച്ച നേർന്ന് സൈന്യങ്ങളിലെ കൂവി അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ തരുകയും ഹല്ലേലൂയ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവളെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു പരിഹാസമാണ്. അല്ലെങ്കിൽ ഏലി വന്നിട്ടുണ്ട്. ഏലി അവളുടെ വായി സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പിക്കാനില്ലായിരുന്നു. അല്ല, ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലി ഒരു വർത്തമാനം കൂടെ. അവൾ ഏലി പുരോഹിതൻ എന്ന് പറയും. ഇവളുടെ അതരം ചലിക്കുന്നുണ്ട്, ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, പക്ഷെ ശബ്ദം പുറത്തോട്ടില്ല. ലേലിയ. അതുകൊണ്ട് ഏലി പുരോഹിതന് തോന്നി ഇവിടെ വല്ല ലഹരി പിടിച്ചിരിക്കുന്നവളായിരിക്കുന്നത്. അങ്ങനെ ഒരു പരിഹാസം വന്നെങ്കിലും എന്നെ കേൾക്കുന്ന മാതാപിതാ ഒരുപക്ഷെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരിക്കും.
എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ എൻ്റെ പാസ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഞാൻ വീട്ടിൽ വന്നവിടെ എൻ്റെ മൊബൈൽ എൻ്റെ ഭർത്താവ് എടുത്ത് മൊബൈൽ മുഴുവൻ നോക്കും, എല്ലാം നോക്കും, ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അത് കണ്ടുപിടിച്ച് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് യേശുവിനെ ഭയങ്കര വിശ്വാസം, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്നത്, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് കണ്ട പിന്നെ എനിക്ക് വീട്ടിൽ സ്ഥാനമില്ല. അങ്ങനെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ കഴിയാത്തതിൽ നിങ്ങളുടെ ചുണ്ടുകൾ അനങ്ങിയാലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന വരണം. ഇവിടെ ഹന്ന പ്രാർത്ഥിച്ചില്ല, അവിടെ ഹൃദയത്തിനകത്തുനിന്ന്. അല്ലേരിയ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നതെന്ന് 51 സങ്കീർത്തനം പറഞ്ഞ പോലെ ഹന്നയുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ സത്യം, ആ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ പ്രാർത്ഥന, അല്ലേരിയ അത് ദൈവം ശ്രദ്ധിച്ചെന്ന്. അല്ലേരിയ അത് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ പ്രാർത്ഥന കേൾക്കുന്നവനായി യേശു കേട്ടോ. അല്ലേരിയ നമ്മുടെ പേര്, വിവരങ്ങൾ, അഡ്രസ് മുഴുവൻ അറിയാവുന്ന ദൈവം. നമ്മൾ ഏത് രാജ്യത്ത്, ഏത് സംസ്ഥാനത്ത്, ഏത് ഗ്രാമത്തിൽ, ഏത് വീട്ടിൽ ആരുടെ മകനാണ് ആരുടെ മകളാണെന്നൊക്കെ നന്നായിട്ട് അറിയുന്നവൻ യേശു കർത്താവാണ്. അല്ലേരിയ നമ്മളങ്ങോട്ട് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. അത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന നല്ലവനായ നമ്മുടെ കർത്താവ്. അല്ലേലുയ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ കഷ്ടതയുടെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യും. കഷ്ടത നമുക്കൊക്കെ ഉണ്ട്. കഷ്ടതയില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരമാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. കഷ്ടതയില്ലാതെ ഇന്നും സുഖലോലുപ ജീവിതം നയിക്കുകയാണെങ്കിൽ ചിലവരുടെ അമേഹലിയ ഹോട്ടൽ ലൂണ മോട്ടറെ കിടക്കുന്നൊക്കെ ചില പറയാറ്. പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്രായത്തിൽ കേട്ടോ, ഹോട്ടൽ ലൂണ മോട്ടറെ കിടക്കുന്നു, ഇന്നും ഹോട്ടൽ ലൂണ മോട്ടറെ കിടപ്പ് എന്നൊക്കെ ഒരു പഴമൊഴിയുണ്ട്. അല്ലേലിയ അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് അല്ലയ്യ കഷ്ടത എന്താണെന്ന് അറിയില്ല. പക്ഷെ അവർക്ക് കഷ്ടത വന്നാൽ അവർക്ക് താങ്ങാൻ പറ്റാതെ വരും. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതം എന്താണ്? ചെറിയ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയുന്നത്. അല്ലേരിയ സുഖലോലുപ ജീവിതം നയിക്കുന്നവർ ദൈവത്തെ അറിയേണ്ട കാര്യമില്ല, അവർ ലോകപ്രകാരമാണ്. എന്നാൽ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന മാതാവി പിതാവി, ആ കഷ്ടതയുടെ നടുവിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വരും. പ്രൈസ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് അല്ലേ, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 16-33 വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത്. അപ്പൊ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. അന്നേ നിനക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. ആ കഷ്ടം നിന്റെ കുടുംബത്തിനകത്ത് തന്നെയാ. ആമേ നിന്റെ ഭർത്താവ് 2 ഭാര്യമാരായതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. ഒരുവൾ നിന്നെ നിന്ദിക്കോ അപമാനിക്കോ പരിഹാസത്തിന്റെ നടുവിൽ നിന്നെ ഞാൻ മാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഹന്നയുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് പറഞ്ഞു കാണും. പ്രൈസലോ. അപ്പൊ ദൈവം ഒരു വാഗ്ദത്തം ചെയ്താലും വിശ്വസനം, വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുമെന്നാണ്. അല്ലേലിയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ടു. അവളുടെ പ്രാർത്ഥന കേട്ടു. അല്ലേലിയ. അവളുടെ പ്രാർത്ഥന കേട്ട് മനസ്സരിഞ്ഞ് ശമൂവേലിനെ അവൾക്ക് ദാനമായി നൽകി. അത് നമ്മൾ വായിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അനന്തരം അവർ അധികാലത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഏൽക്കാന തന്റെ ഭാര്യയെ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തെന്ന്. ആരെ ഓർത്ത്? ഏൽക്കാനെ ഓർത്തെന്നല്ല, അവളുടെ വീട്ടുകാരെ ഓർത്തെന്നല്ല, അവളുടെ ബന്ധുക്കൾ ഓർത്തെന്നല്ല, ഏലി പുരോഹിതനെ ഓർത്തെന്നല്ല, അവളെ പ്രതിയോഗിയായിരിക്കുന്ന പെനീനെ ഓർത്തെന്നല്ല, യഹോവ അവളെ ഓർത്തെന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എന്നെ കേൾക്കുന്ന യുവതി വാക്കുകളെ, ദൈവം നിന്നെ ഓർക്കുന്നൊരു ദിവസമുണ്ട്. ദൈവം നിന്നെ ഓർത്തു. അല്ലേലിയ. അത് നിന്റെ കണ്ണുനീരിനൊരു മറുപടി ദൈവം തരാൻ ആഗ്രഹിക്കും. ജോലിയില്ലാതെ ഭാരപ്പെടുകയാണ്, കടക്കണിയിലാണോ? അല്ലേലിയ. സ്വതം ഒരു ഭവനമില്ലാതെ ഈ ഭാരപ്പെടുകയാണ്, ഒരു തുണ്ട് ഭൂമിയില്ലാത്ത അനുഭവമാണ്, കടക്കണിയാണോ നിന്റെ ജീവിതം? എന്നും ഭവനത്തിനകത്ത് കുത്തുവാക്കുകളാണോ, നിന്ദവാക്കുകളാണോ അല്ലെങ്കിൽ നീ അനുഭവിക്കുന്നത്? ആമേ ഹന്നെ ഓർത്ത ദൈവം നിന്നെ ഓർക്കാൻ പോവുകയാണ്. നാളുകൾ കഴിയുന്ന മുമ്പേ, ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ദൈവം നിന്റെ കുടുംബത്തിനകത്തൊരു അത്ഭുതം ചെയ്യും. പ്രൈസ്. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. എവിടെ നീ തല കുനിച്ചു അതിന്റെ നടുവിൽ ദൈവം മാനിക്കാൻ പോവുകയാണ്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ പദം പറഞ്ഞാൽ കർത്താവ് അവളുടെ പ്രാർത്ഥനയിട്ട് മനസ്സരിച്ച് ശമൂവേലിനെ അവൾക്ക് കൊടുത്തു, ദാനമായി നൽകി. അപ്രകാരം അവൾ നേർച്ചയെ നിറവേറ്റി. ശമൂവേൽ ബാലൻ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അവനെ കർത്താവിന്റെ വേല ചെയ്യുവാനായി, കർത്താവിന്റെ സേവ ചെയ്യുവാനായി യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുപോയി വിട്ട്. യഹോവ അത് കണ്ട് വെറുതെ ഇരുന്നില്ല.
ദൈവം അത് കണ്ടിട്ട് വെറുതെ ഇരുന്ന അവൻ ചോദിച്ചു വാങ്ങിയ കുട്ടിയെ ദൈവം ആമേലല്ല, അവൾ ദൈവത്തിന് വേണ്ടി കൊടുത്തെങ്കിലും അത് കണ്ടിട്ട് ദൈവം മൗനമായിട്ടിരുന്നില്ല. അതുകൊണ്ട് ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദനായിരിക്കും. അവർ അവിടെ അല്ലലിയ യഹോവയെ നമസ്കരിച്ചു. അപ്പം ശമൂവേലിന്റെ മുലകുട്ടി മാറിയ ശേഷം ആദ്യമായിട്ട് കിട്ടിയ കുട്ടിയെ നിന്ദയും അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റ് ചോദിച്ചു വാങ്ങിയ ആ കുട്ടിയെ കൊണ്ടുവന്ന് എന്നേക്കുമായിട്ട് ദൈവാലയത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന്റെ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ മോറിയാമൽ ഈ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും ഉദാസനയും കൂടാതെ അബ്രഹാം തന്റെ മകനെ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയതുപോലെ ഹന്ന നേർന്ന നേർച്ചയ്ക്കകത്ത് അവളെ തീരുമാനം ഉറച്ചു കൊണ്ടുകൊടുത്തു. പക്ഷെ നമ്മുടെ ദൈവം മിണ്ടാതിരുന്നില്ല. നമ്മുടെ ദൈവം വീണ്ടും അവളുടെ അത്ഭുതം ചെയ്തു. അവളുടെ വിശ്വസ്തതയായിരുന്നു, അവളുടെ വിശ്വസ്തത, അവളുടെ വിശ്വാസം, അവളുടെ തീരുമാനം കർത്താവ് കണ്ട് ദൈവം എന്ത് ചെയ്തു? വീണ്ടും ഹന്നയെ ഓർത്തു. അല്ലേ, അവൾ ഒരു പുരുഷ സന്താനത്തെ ചോദിച്ചത് ദൈവം അവൾ വീണ്ടും അമ്മയെ ഓർത്തു. അതാണ് 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് ഇരിക്കുന്നുണ്ട്, അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. അപ്പൊ അവളെ വീണ്ടും ദൈവം ഓർത്ത് 3 പുത്രന്മാരെ ദൈവം കൊടുത്തു. 3 പുത്രന്മാരും 2 പുത്രിമാരെയും 5 മക്കളെ കൂടെ കൊടുത്തു. അപ്പം ശമൂവേൽ കുട്ടി എത്ര പേരുണ്ട്? 6 മക്കൾ അമ്മയായി. ഒരു പുരുഷ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് 6 മക്കൾ. അല്ലേരിയ ആമി സ്തോത്രം. അതുകൊണ്ട് ഹന്നയുടെ അല്ലേരിയ ഒരു പ്രവചനം കൂടുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു, മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. അപ്പൊ മച്ചി 7 പ്രസവിക്കുന്നു എന്ന് ഹന്ന ഒരു പ്രവചനം പറയുന്നുണ്ടെങ്കിൽ, ഹന്ന 7 പ്രസവിച്ചു 6 മക്കളെ അവൾ പ്രസവിച്ചു. അല്ലേരിയ അത് ദൈവം അത്ഭുതം ചെയ്യാനായിട്ട് ഒരുങ്ങിയാൽ അതിനെയൊന്നും ആർക്കും തടയാൻ പറ്റത്തില്ലെന്നേ. അല്ലേരിയ നമ്മൾ എടുക്കുന്ന വിശ്വസ്തത കറക്റ്റാണ്. വിശ്വസ്തതയ്ക്കകത്ത് ഉറപ്പുണ്ടെങ്കിൽ പിന്നീട് ദൈവം ബാക്കിയെല്ലാം ചെയ്യും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി കാണാത്തതിന്റെ കാരണം എന്താ? നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനകത്ത് ഉറപ്പില്ല. നമ്മളിപ്പോ ഒന്ന് പറയും, പിന്നെ മാറ്റി പറയും. ലേരിയ നമ്മൾ പറയുന്നതല്ല പ്രവർത്തിക്കുന്നതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ദൈവത്തോട് ചോദിച്ച് പറഞ്ഞ് ദൈവം അത് തന്നു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളെല്ലാം മാറും. ലേരിയ നമ്മൾ വാക്ക് മാറ്റി പറയും. പക്ഷെ നമ്മുടെ കർത്താവ് ഒരിക്കലും വാക്ക് മാറ്റി പറയത്തില്ല. അല്ലേരിയ അപ്പൊ അവൾക്ക് വീണ്ടും ദൈവം ചെയ്തു 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ആകയാൽ ഹന്നയ്ക്ക് ആകെ 6 കുഞ്ഞുങ്ങൾ ജനിച്ചു. അല്ലേലിയ പ്രൈസ്. ഈ ശമൂവേൽ പ്രവാചകനെ പിന്നെ ദൈവം മാനിച്ച് ശക്തനായ ന്യായാധിപൻ, ഒരു നല്ല പുരോഹിതൻ, ഒരു നല്ല പ്രവാചകൻ. അല്ലേലിയ ആമി സ്തോത്രം. ഇസ്രായേലിന്റെ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്തവൻ. 1-ാമത്തെ രാജ ശൗലിനെയും 2-ാമത്തെ രാജ ദാവീദിനെയും അഭിഷേകം ചെയ്തവൻ. ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ അറിയപ്പെടുന്ന പ്രവാചകനായി ദൈവം ശമൂവേലിനെ ഉയർത്തിയെന്ന്. എന്തുകൊണ്ടാണ്? ആ കരഞ്ഞു പ്രാർത്ഥിച്ച അമ്മയുടെ പ്രാർത്ഥനയുണ്ട് ഹന്നയുടെ. അവൾ കരഞ്ഞു പ്രാർത്ഥിച്ച് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പെരീനയുടെ ആ വാക്കുകൾ കുന്തം പോലെ തറച്ചപ്പോഴും അതിനെതിരെ മറുപടി പറയാതെ ദൈവത്തിന് കരഞ്ഞു പ്രാർത്ഥിച്ച അവളുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം അവളെ മാനിച്ചത്. പ്രൈസലോ. അതെ, അമ്മമാരുടെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ മക്കൾക്ക് അത് വളരെ പ്രയോജനപ്പെടും. അല്ലേരിയ പല വീട്ടിലും ഈ അമ്മമാര് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഈ മക്കൾക്ക് നിലനിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദരന്മാർ പറയട്ടെ, നീ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല നീ നിൽക്കുന്നത്. നിനക്കത്ര ഉയർച്ച വന്നത് നിന്റെ പിതാക്കന്മാര് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രമാണമനുസരിച്ച് നിൽക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നിശ്ചയമായിട്ട് അത്ഭുതം നടക്കുമെന്ന്. അല്ലേരിയ അവരുടെ ഹൃദയത്തിലേറ്റ വേദനയ്ക്ക് ആ നൊമ്പരങ്ങൾക്ക് പകരമായി ദൈവം മറുപടി നൽകുമെന്ന്. ഹന്നെ, നീ പേടിക്കണ്ട. നിന്റെ ഹൃദയത്തിനകത്ത്
ആമീൻ പെനീനയുടെ അമ്പ് ആമീൻ തറച്ചെങ്കിലും അവളുടെ കുന്തം, വാക്കുകൾ കൊണ്ടുള്ള കുന്തം നിന്റെ ഹൃദയത്തിൽ തറച്ചെങ്കിലും നീ പേടിക്കണ്ട. അല്ലയ്യ, പെനീനേക്കാൾ ശ്രേഷ്ഠനായി മാനിക്കുവാൻ എനിക്ക് കഴിയുന്ന ഹന്നെ എന്ന് കർത്താവ് പക്ഷെ അവൾ പറഞ്ഞു കാണുമായിരിക്കും. അല്ലേലിയ. ഇപ്പൊ ഹന്നയ്ക്ക് എത്ര മക്കളായി? 6 മക്കൾ. പ്രൈസലോ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കി, പ്രിയ ദൈവമക്കൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏകാഗ്ര ഹൃദയത്തോടെ ഇരിക്കണം. ഈ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ വരുമ്പോഴേ ഒരിക്കൽ നിങ്ങളുടെ മൊബൈൽ കൊണ്ടുവരരുത്. ഈ കാലഘട്ടത്തിൽ വീണ്ടും ആവർത്തിച്ച മൊബൈലിനെ കുറിച്ച് ശക്തമായിട്ട് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവെക്കരുത്. പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയം നിങ്ങൾ കർത്താവ് മാത്രമേ ആകാവുള്ളൂ. നിങ്ങളുടെ ഹൃദയം ഏകാഗ്രമാകണമെങ്കിൽ മൊബൈൽ മാറ്റി വെക്കണം. ഈ മൊബൈൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ബെല്ലടിക്കും, റിംഗ്, മെസ്സേജ് വരും, നിങ്ങളുടെ കണ്ണുകളൊക്കെ അതിലേക്ക് പോകും. അപ്പം നിങ്ങൾ എടുത്ത് നോക്കും, അതിലേക്ക് ശ്രദ്ധിക്കും, നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെടും. നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന മറുപടിയും കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഏകാഗ്രതയോടെ നിർമ്മല മനസ്സോടെ ദൈവത്തിന്റെ ഹൃദയത്തോട് പറ്റിച്ചേരുന്നതായിരിക്കണം നിങ്ങളുടെ ഹൃദയം. പ്രൈസലോ. ഹന്നയുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയം ചെയ്യൂ, ഹന്നയുടെ ഹൃദയത്തോട് പറ്റിച്ചേർന്നു. അപ്പം ദൈവത്തിന് അവളെ മറക്കാൻ പറ്റത്തില്ല. അത്ര സമർപ്പണമുള്ളതായിരുന്നു അവളുടെ പ്രാർത്ഥന. അല്ലേലിയ. അപ്പൊ നമ്മുടെ ഹൃദയം ദൈവത്തോട് പറ്റിച്ചേർന്ന്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടിവിക്കും, എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുവന്ന 91 സംഗീതം പറയുന്നത് അവൾ യഹോവയോട് പറ്റിയിരുന്നു. അല്ലേലിയ. സ്തോത്രം. അതുകൊണ്ട് അവളെ ദൈവം ഓർത്തത്. സ്തോത്രം. ഇന്ന് പകൽ മാതാപിതാക്കളെ, സഹോദരങ്ങൾ പറയട്ടെ, നിന്റെ കഷ്ടത മാറും കേട്ടോ. നിന്റെ ദുരിതങ്ങൾ മാറും, നിന്റെ നിന്ദകൾ മാറും. എവിടെ നീ പരാജയപ്പെട്ടോ അതിന്റെ നടുവി ദൈവം മാനിക്കുന്നതിനെ. ആരെല്ലാം നിന്റെ മുഖത്ത് നോക്കി നിന്നെ പരിഹസിച്ചിട്ടുണ്ടോ അതിന്റെ നടുവി ദൈവം മാനിക്കും ചെയ്യും. പരിഹസിച്ചവർ നിന്റെ അരികിലെത്തും. പ്രൈസലോ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പല ആളുകളും നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട് കണ്ണുനീരോടെ പാസിനി എന്ത് ചെയ്യണം, ഞാൻ ജീവിതം മടുത്തു എന്ന് പറഞ്ഞ വിശ്വാസികൾ വരെ എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസിനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അവരെയൊക്കെ വളരെ സമാധാനിപ്പിച്ചു. നിങ്ങൾ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കർത്താവിന് പറയണം. കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് ഒരു മറുപടി തരും. എനിക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ പൂർണ്ണ വേദന അറിയുന്നത് കർത്താവാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ അസൂരി ഒരുപാട് ആശ്വസിപ്പിച്ചു കേട്ടോ. ആശ്വസിപ്പിച്ച് അവർ പിന്നെ മനസ്സോടെ ഞാൻ പറഞ്ഞത് കേട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുക, എൻ്റെ പാസ്റ്റർ അന്നത്തെ പ്രാർത്ഥന ഭയങ്കര ഫലം ചെയ്തെന്ന്. അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായി. ദൈവം പ്രാർത്ഥന കേൾക്കുന്നേ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കും. നമ്മൾ കണ്ണുനീരോടെ അങ്ങ് പ്രാർത്ഥിക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലേലിയ. ജോലി വിദേശത്ത് പോയി ജോലി കിട്ടാതെ വർഷങ്ങളായിട്ട് മരുഭൂമിയിൽ അലയുക, പുറത്തിറങ്ങാൻ പറ്റാതെ. എങ്ങനെയോ എൻ്റെ ഈ മെസ്സേജ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മെസ്സേജ് ഫേസ്ബുക്കിൽ അദ്ദേഹം കണ്ടിട്ട് ഒരിക്കൽ എന്നെ വിളിച്ചു. എന്നെ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്താ വിഷയമൊക്കെ പാസ്റ്റർ പിന്നെ പറയാം, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അല്ലേ ഞാൻ പറയാം, എൻ്റെ സൗകര്യം വിഷയമൊന്ന് പറയാം, ഞാനത് കേട്ടിട്ട് നിങ്ങളുടെ വിഷയം ദൈവത്തോട് പറയട്ടെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ വർഷങ്ങളായിട്ട് എനിക്ക് ജോലിയില്ല, നാട്ടിൽ പോകാൻ പറ്റത്തില്ല, നാട്ടിൽ വീട്ടിൽ പോലും അയക്കാൻ പറ്റും, നാട്ടിൽ വീട്ടിൽ ആരും വിളിക്കാറ് പോലും ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ ജീവിക്കുന്നതൊക്കെ ചോദിച്ചു. ഞാൻ സാരമില്ല, ഇവിടെ കർത്താവ് അത്ഭുതം ചെയ്യും. ഞാൻ ആ സൗകര്യം പറഞ്ഞ് ആശ്വസിപ്പിച്ചു കേട്ടോ. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇന്നേക്ക് ഒരു 15 ദിവസത്തിനകം നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില അത്ഭുതം ചെയ്യുന്നത്. അത് കറക്റ്റ് 15 ദിവസം കഴിഞ്ഞ് ഇവനെ വിളിച്ചെന്നുള്ളതാണ്. കറക്റ്റ് 15 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞത് നല്ലൊരു ജോലി കിട്ടി, നല്ല ഉയർന്ന സാലറിയാണ്, പക്ഷെ പ്രാർത്ഥിച്ച് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല, അന്ന് വിളിച്ചത് പിന്നെ വിളിച്ചില്ല, എങ്കിലും അദ്ദേഹത്തിന് നന്മ കിട്ടിയല്ലോ. അല്ല, അതിനെ ഞാൻ സന്തോഷിക്കുന്നത്. എന്നെ വിളിക്കാഞ്ഞത് കൊണ്ടോ എന്നോട് പറയാഞ്ഞതൊന്നും അല്ല, അദ്ദേഹത്തിന്റെ കഷ്ടതയെ മാനിച്ച ദൈവം. അല്ലേ, അദ്ദേഹം ദൈവത്തെ ഓർത്താൽ മതി, എന്നെയല്ല ഓർക്കേണ്ടത്. ഒരു പ്രാർത്ഥിച്ചൊരു വിഷയത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു വിഷയം ആ വ്യക്തിക്ക് കിട്ടിയിരുന്ന എന്നെ ഓർക്കണ്ട, ദൈവത്തെ ഓർത്താൽ മതി. ദൈവം അവരെയാണ് ഓർത്തത്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഓർത്തത് ആ സഹോദരനെയാണ്. ആ സഹോദരൻ ദൈവത്തെ ഓർത്താൽ മതി, പ്രാർത്ഥിച്ച് മാസ്റ്റർ ഓർക്കണ്ട. അങ്ങനെ എന്റെ ചിന്താഗതി കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ഓർത്താൽ നമ്മൾ മനുഷ്യനാണ്, പക്ഷെ ദൈവത്തെ ഓർത്താൽ അവൻ പരമാധികാരിയാണ്.
പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താണ്, ഹന്നയുടെ പുത്രനായിരിക്കും ശമൂവേൽ സകല ഇസ്രായേൽ ദേശത്തിനും അനുഗ്രഹമായി തീർന്നു. ശമൂവേൽ തന്റെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ സേവിച്ചു എന്ന് 1 ശമൂവേൽ 1:28 കാണാൻ കഴിയും. യഹോവയുടെ സന്നിധിയിൽ വളർന്നു. 1 ശമൂവേൽ 2:20 പിന്നീട് മഹാനായ പ്രവാചകനായി മാറി കർത്താവ് ശമൂവേലിനെ മാനിച്ചു. അവന്റെ കൈകൊണ്ട് തന്നെ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ശൗലിനെ രണ്ടാമത്തെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. നിന്റെ മക്കളെ വലിയ നിലയിലെത്തിക്കും. അല്ലെങ്കിൽ ഹന്നയുടെ മകനായിരിക്കുന്ന ശമൂവേലിനെ ഏറ്റവും വലിയവനാക്കി മാറ്റിയ ദൈവം, വലിയ പ്രവാചകനാക്കി മാറ്റി. ആമേൻ. ഇസ്രായേലിന്റെ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ അവന് ശമൂവേലിന്റെ കൈകൾക്ക് ബലം പകർന്ന ദൈവം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അതെ, കർത്താവിന്റെ ദൃഷ്ടിയിൽ അവൾക്ക് കൃപ ലഭിക്കും. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വരും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണുകൊണ്ടത് കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ പറയുവാൻ കഴിയും. യെശയ്യാ പ്രവാചകൻ 8-18 വാക്യത്തിൽ പറഞ്ഞു, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങൾ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു എന്ന് പ്രവാചകൻ യെശയ്യാവും പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക കേട്ടോ. ദൈവം അത്ഭുതം ചെയ്യട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച വചനം എന്താണ്, അല്ലെ വായിച്ച വചനം എന്താണ്? 1 ശമൂവേൽ 1:10 വാക്യമാണ്. എന്താണ്? അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. ആ കരഞ്ഞ കരച്ചില് സ്വർഗം അങ്ങനെ രേഖപ്പെടുത്തി. ഹല്ലേലൂയ. അതിനകത്ത് ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ നന്മ അനുഭവിച്ചു. ആ ഒറ്റ പ്രാർത്ഥന ലോകരാജ്യം ഇനി കർത്താവ് എന്തുവരും അതുവരെ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ലോകരാജ്യങ്ങൾ അനുഭവത്തിയ ആളുകൾ അത് ദൈവം നിന്നെ ശക്തനാക്കാൻ പോവുകയാണ്. കണ്ണുകടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത സമിതി അതിനെ കേട്ടുകൊണ്ടിരുന്ന കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജനം ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും ധ്യാനം വൃത്തരും അശമ യാച റോഷണ ചോട്ട ജുവൽക്കും തട്ടവറയിൽ കിടക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ രാജ്യരാഷ്ട്ര തലവന്മാരടക്കം എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണാധിപന്മാരും മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയമാരും സയന്റിസ്റ്റ് എഞ്ചിനീയറും അടക്കം സകല ജനത്തെ ആപാലവൃത്തം ജനത്തെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഷ്ടതയുടെ തീച്ചുകളിട്ട് കടന്നു പോകുന്ന സങ്കടപ്പെടുന്ന നോമ്പരപ്പെടുന്ന ഹന്ന ഏറ്റതുപോലെ അനേകം നിന്ന വാക്കുകൾ അപവാദങ്ങൾ ഏറ്റ ഹന്നയുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ ഉള്ളങ്ങളിൽ ഒരത്ഭുതം ചെയ്യണം. അവർ ഏത് വിഷയത്തിന്റെ ഭാരപ്പെടുന്നു, ഏത് വിഷയം സങ്കടപ്പെടുന്നു, ഏത് വിഷയത്തിന്റെ മനന്നൊന്ന് കരയുന്നതെങ്കിൽ ഇന്ന് പകരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ഒരു അത്ഭുതം ചെയ്യണമേ. അവിടെ കഷ്ടതകൾക്ക് ഒരു ആശ്വാസമുള്ള രോഗങ്ങൾ മാറട്ടെ, പാപങ്ങൾ സാമർത്ഥ്യം മാറട്ടെ, ബന്ധനങ്ങൾ അയ്യട്ടെ, കുടുംബങ്ങൾ സ്വതന്ത്രമായി മാറട്ടെ, സമാധാനത്തിലേക്ക് ഓരോ കുടുംബങ്ങളെ ദൈവം നയിക്കണമേ. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.